ദാസേട്ടാ രേണു ചേച്ചിന് വിവാഹം കഴിച്ചോ? ഇപ്പൊ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളു അല്ലേ ദാസേട്ടാ? എന്തോ എനിക്ക് പറ്റില്ല, എനിക്ക് ആൾക്കാരെ മൂത്ത് നോക്കണം. ഇതുവരെ പറഞ്ഞൊക്കെ ശരിക്കും നമ്മള് വിധവകൾ എന്ന് പറഞ്ഞാല് വീട്ടിലിങ്ങനെ ഇരിക്കുക. ഭർത്താവ് മരിച്ച സ്ത്രീ വെള്ള സാരി എടുത്ത് മൂലയില് ചടഞ്ഞുകൂടി ഇരിക്കാനാണ് ഈ 2025 ആവശ്യപ്പെടുന്നത്. ഭർത്താവ് മരിച്ച സ്ത്രീ ചെറിയ ചാടി മരിക്കുക. ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പൊ ഒരാളെ കല്യാണം കഴിക്കുക, ഹസ്ബൻഡ് വൈഫ് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുക. അപ്പൊ അന്നത്തെ സാഹചര്യം മനസ്സിൽ തന്ന് കുറയ്ക്കുന്ന ഈ നെഗറ്റീവുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് 2025. ഞാൻ യഥാർത്ഥത്തില് എന്താ പറയാ, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ ആഗ്രഹിക്കുന്നു. ജോലിന്റെ ഇടവേളയിൽ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ആണ് റീൽസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കലാകാരനാണ് സുധിച്ചേട്ടൻ. ചേട്ടന്റെ ഭാര്യ രേണുവാണെങ്കിൽ എന്റെ ഏറ്റവും ബഹുമാനിക്കുന്ന എന്റെ ചങ്കാണ്. സുധി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ വേണ്ടില്ല. ഇവർക്കാണ് അറിയാവുന്നത് എന്റെ കെട്ടിയവനെ പറ്റി. ഈ പറയുന്നവർക്കാണ് അറിയാവുന്നേ. എന്റെ കെട്ടിയവനെ എനിക്കറിയാം. ആ മനുഷ്യന്റെ 2 പിള്ളേർ അമ്മയല്ല ഞാൻ. അപ്പൊ എനിക്കറിയത്തില്ല അദ്ദേഹത്തെ. ഈ പറയുന്നവർക്കാണ് അറിയുന്നത്. ഡ്രോൺ ക്യാമറ മുകളിൽ വെക്കുമ്പോൾ ഡ്രോൺ ക്യാമറ നമ്മൾ വെക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത് സംവിധായകരോട് ദൂരോട്ട് മാറി ഞങ്ങൾ 2 പേരും അവിടെ ഉണ്ടാകാൻ പാടുന്നു മുകളിൽ. അപ്പൊ അവിടെ നിന്ന് വിളിച്ചു വരുന്നത് ദാസേട്ട 3 മലക്കം മരണം, 4ാമത്തെ മലക്കം മരണം തെരയിലേക്ക് കയറി. ഇവളാണെങ്കിൽ 36 കിലോ, നീ 38 കിലോ. ഇവളെ തെര തമിഴ് പടം വരെ നമ്മളെ വിളിച്ചിട്ടില്ല. ഒരു കോഴിക്കോടുകാരനായ ഒരു ഡയറക്ടറാണ്, മലയാളിയാണ്. അദ്ദേഹത്തിന്റെ ഒരു തമിഴ് സിനിമയിൽ ഞാനും റേണും ഒരു പ്രധാന കഥാപാത്രം. അതിന്റെ കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. അത് എന്താ നെക്സ്റ്റ് വീക്ക് ഉള്ളിനെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ കഥയും കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തന്നിട്ട്, പക്ഷെ കഥ ഇവിടെ പറയാൻ പറ്റില്ല. ഈ ഒരു റീല് അപ്ലോഡ് ചെയ്ത ശേഷം എന്താണ് വൈഫിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം? എങ്ങനെയാണ്? അതാണ് നമ്മുടെ അതാണ് കൈയടിക്കാൻ പറ്റുന്നില്ല, കയ്യിൽ ഫോളോ. എനിക്ക് അവളാണ് അറിയാം, അവളെ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അമിതമായത് മോശക്കെടും ചെയ്തിട്ടൊന്നുമില്ലല്ലോ അല്ലേ? നമ്മൾ ലിപ് ലോക്ക് ഒന്നും ചെയ്തില്ലല്ലോ. രേണു ഇങ്ങനെ വിവാദങ്ങൾ കേട്ടു വന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുമിക്കുമ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് ഓളികളെയും പോസിറ്റീവ് ഓളികളെയും, പണ്ട് ശങ്കരാടി സിനിമ പറഞ്ഞില്ലേ, പ്രതിക്രിയവാദികളെയും പ്രക്രിയവാദികളെയും ഒരു അതേപോലെയാണ് ആ 2 വാദികളും കൂട്ടമായിട്ടാണ്. പക്ഷെ